അതായത് ഈ തുമ്പിയുടെ ഒപ്പമുള്ള വിഷ്ണു എന്ന് പറയുന്ന ആളും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മോസ്റ്റ് മെജോറിറ്റി കാര്യങ്ങളും പച്ചക്കള്ളങ്ങളാണ് എന്ന് തന്നെയായിരുന്നു. അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. അതിൽ പറയുന്ന മുക്കാ ഭാഗം കള്ളാണ്. ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞെടുത്ത് വെച്ച് തോന്നുന്നു അവളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കണയാണ്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ആ കുട്ടിക്ക് അത്രയും പക്വതയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 16 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 17 വയസ്സുള്ള കുട്ടിക്കുള്ള പക്വത ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഇവള് ഈ ഫെയിമൊക്കെ കിട്ടുമ്പോഴത്തേന് അത് കുറച്ച് നല്ലതാണ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ചിന്തിക്കാതാണെന്ന് തോന്നുന്നു ഈ കുട്ടി ഇമാതിരി പരിപാടിക്കൊക്കെ പോകുന്നുള്ളത്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. ചേച്ചിയുടെ മോള്, നേരെ പറയാണ് കസിൻ ആണെന്ന്. എടാ, ചേച്ചിയുടെ മോള് എന്ന് പറയുമ്പോ അമ്മാവനല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അമ്മക്ക് പരിചയപ്പെട്ടിട്ട് മതി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അമ്മയൊന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ എന്താണ് മുഖത്തൊരു വൈക്ലഭ്യം പോലെ? അത് സ്വന്തം അമ്മ അല്ലാത്തതുകൊണ്ടാണോ? എന്നാൽ അത് സ്വന്തം അമ്മയല്ല സുഹൃത്തുക്കളെ. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. പിന്നെ ആ കുട്ടീനെ ഒന്നിച്ച് നടക്കുന്ന അമ്മ എന്ന് പറയണില്ലേ, അത് ആ കുട്ടീൻ്റെ അമ്മയല്ല. ആ കുട്ടീൻ്റെ അമ്മന്റെ പേര് മിനി എന്നാണ്. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്റെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാണ്. വിഷ്ണു എന്ന് പറഞ്ഞ ആള് ഓൾറെഡി മാരീഡ് ആണ്, ഒരു കുട്ടിയുണ്ട്. മാരി ചെയ്തിട്ടുള്ളത് ഈ ഷിംനയുടെ അമ്മയുടെ കസിനെയാണ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അയാളുടെ വൈഫ് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരെന്തോ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഇവർ തമ്മിലെന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട് ഇയൊക്കെ. ഈ തുമ്പയായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നടക്കുന്ന നിലയിലുള്ള ഇഷ്യൂസ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ അവസാനം ഇവർ ഒരുമിച്ച് തന്നെയാണുള്ളത്. ഇവർ ഒരുമിച്ചുള്ള റീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെസ്റ്റ്. അപ്പം ഇവരെല്ലാം ഒരുമിച്ച് എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇതാവുമ്പോ എല്ലാരും ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇനിയിപ്പോ അവളെ നോക്കിയിട്ട് കാര്യമില്ലേ. ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു ഇത് കൂടുതലാ. അവളുടെ അടുത്ത് കളിക്കാം, എന്തോന്നു അവളുടെ അടുത്ത് കളിക്കാം, അവളുടെ അടുത്ത് സംസാരിക്കാം. ആ ഒരു കുഴപ്പമൊന്നും പറയാതിരുന്നത്. ഈ 390 ആൾക്കാര് 390 എന്റെ ഇത്ര പേരെന്ന് വെച്ചിട്ട് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്യുമ്പോ ഇത്ര ലക്ഷം രൂപ 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദിർഹംസ്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.